12,48,00,000 രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് കൊല്ലം MP അവകാശപ്പെടുന്ന 5 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേയുടെയും കൊല്ലം MPയുടെയും അവഗണനയാൽ പൊറുതിമുട്ടുകയാണ്. മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനായിട്ട് പോലും മിക്ക ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പില്ല. മെഡിക്കൽ കോളേജിൽ നിന്നും പരവൂർ സ്റ്റേഷനിലേക്കുള്ള ദൂരം 10 കിലോമീറ്റർ മാത്രമാണ്. 25 കിലോമീറ്ററോളം അകലെയുള്ള കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോ 20 കിലോമീറ്ററോളം അകലെയുള്ള വർക്കലയിലോ ഇറങ്ങി മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട ഗതികേടിലാണ് രോഗികൾ. ഈ വിഷയത്തിലും MPയുടെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അമൃത എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾക്ക് പരവൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണം എന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂര നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലും 10 വർഷം MP ആയിരുന്നയാൾക്ക് സാധിച്ചിട്ടില്ല. കടുത്ത വെയിലിലും മഴയിലും സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. മേൽക്കൂര നവീകരിക്കുന്നതിനുള്ള പദ്ധതി അനുവദിച്ചിട്ടുണ്ട് എന്ന MPയുടെ പ്രഖ്യാപനമല്ലാതെ മറ്റൊന്നും ഇതുവരെ നടന്നിട്ടില്ല. സ്റ്റേഷനകത്തോ പാർക്കിംഗ് ഏരിയയിലോ യാതൊരു സുരക്ഷാ സംവിധാനവുമില്ല. ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ മോഷണം പതിവാണ്. ആദർശ സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല എന്നതാണ് വാസ്തവം. 2022-23 കാലഘട്ടത്തിൽ 1,70,00,000 രൂപയോളം വരുമാനമുണ്ടാക്കിയ സ്റ്റേഷനാണിത്. മുൻവർഷത്തെക്കാൾ 50% വരുമാന വർധനവാണ് ഉണ്ടായത്. പ്രതിവർഷം 1 കോടി മുതൽ 10 കോടി വരെ വരുമാനവും 1 മില്യൺ മുതൽ 20 മില്യൺ വരെ യാത്രക്കാരുമുള്ള NSG 5 നിലവാരത്തിലേക്ക് പരവൂർ റെയിൽവേ സ്റ്റേഷനെ ഉയർത്തുന്നതിനുള്ള സൗകര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് MPയുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തിലൂടെ പൊതുജനങ്ങളെ പച്ചയായി കബളിപ്പിക്കുകയാണെന്ന് പരവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും.